ശരീരത്തിൻ്റെ അപ്പിയറൻസിനെ കുറിച്ചിട്ടോ ശരീരഭാരത്തെക്കുറിച്ചോ കൺസേൺഡ് ആകാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. ഇതൊന്ന് പരിഹരിക്കാനായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഡയറ്റിലും എക്സസൈസിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അശാസ്ത്രീയമായ ഗുരുതരമായിട്ടുള്ള ചില മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിലൊന്ന് ഒരു കടുത്തൊരു ഡയറ്റ് ക്രമീകരണത്തിലോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലോട്ട് വളരെ റാഡിക്കലായിട്ട് അങ്ങ് മൂവ് ചെയ്യുക. മിക്ക ആൾക്കാരിലും ഇത് വളരെയധികം പ്രോത്സാഹനജനമായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടും. പക്ഷേ ഇനിഷ്യൽ പീരീഡ്സിൽ മാത്രമേ ഉണ്ടാവും. മേ ബി ആദ്യത്തെ ഒരു 1, 2, 3 ആഴ്ചകളിൽ ഒരു 2, 3, 4 കിലോ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ സിസ്റ്റവും മെറ്റബോളിക് സിസ്റ്റവും ഇത്തരത്തിലുള്ളൊരു കടുത്ത നടപടിയെ പലപ്പോഴും കാണുന്നത് ഒരു ത്രെട്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ ശരീരം എന്താ ചെയ്യുന്നത്, ഇനിഷ്യലി ഉണ്ടാകുന്ന ഈ മാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ശരീരത്തിൻ്റെ മെറ്റബോളിക് കോൺഫിഗറേഷനെ ഒന്ന് റീസെറ്റ് ചെയ്യും. തൈറോയ്ഡ് ഹോർമോണുകളുടെയും അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസിൻ്റെയൊക്കെ ബാലൻസിങ്ങിൽ കൂടെ ശരീരം ഈ ത്രെട്ടിനെ അതിജീവിക്കാനായിട്ട് കാലറി എക്സ്പെൻഡിച്ചർ, കാലറി ഇൻടേക്ക്, ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് റീവർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ കൊഴുപ്പിനെ ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെ ഒന്ന് കട്ട് ഡൗൺ ചെയ്യും. ഇതിനെ വിളിക്കുന്നത് മെറ്റബോളിക് അഡാപ്റ്റേഷൻ എന്നാണ്. ഇതിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിരന്തരമായി ഇത്തരം ഒരു ഹൈലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടൊരു ഡയറ്റാണ് ആ സ്ത്രീ പിന്തുടരുന്നതെങ്കിൽ ശരീരഭാരം കുറയാനുള്ള സാധ്യത പിന്നെ കുറയുകയും, ഇനി അഥവാ കുറയുന്നുണ്ടെങ്കിൽ കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിലെ പേശികൾ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ദുരന്തം കൂടുതൽ ആൾക്കാരിൽ ഞാൻ സംഭവിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചില ഡയറ്ററി അപ്രോച്ചസാണ്. ഇത് വളരെ ഒരു വെയ്റ്റ് റിഡക്ഷൻ ഹാക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതിലൊന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 4, 5, 6 മണിക്കൂറിലേക്ക് മാത്രമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ പരിമിതപ്പെടുത്തുക എന്നുള്ള. അതുപോലെ ജ്യൂസ് ഫാസ്റ്റിംഗ്, അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് പോലുള്ള ചില ഡയറ്ററി പാറ്റേൺസ്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ ഇൻറ്റൻസ് ആയിട്ടുള്ള കാലറി റെസ്ട്രിക്ഷൻസ് നമ്മുടെ ശരീരത്തിലെ ഉണ്ടാക്കുന്ന മെറ്റബോളിക് അഡാപ്റ്റേഷനും ഈ മെറ്റബോളിക് അഡാപ്റ്റേഷൻ മൂലമുണ്ടാകുന്ന അനാരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരവുമാണ്. ഇവിടെ ചെയ്യാവുന്നത് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള, കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള അപ്രോച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലറി എന്താണെന്ന് കണ്ടുപിടിക്കാമെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. ഒരു പ്രൊഫഷണലുടെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഒരു ദിവസം ശരാശരി എത്ര കാലറി ഉപയോഗിക്കുന്നു കണ്ടുപിടിക്കാം. അവിടെ നിന്ന് മേ ബി മാക്സിമം ടു ബിഗിൻ വിത്ത് ഒരു 300 to 500 കാലറി കുറവ് വരുന്ന ഒരു ഭക്ഷണ ക്രമീകരണത്തിൽ മാറുക. പ്രൊവൈഡഡ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില പോഷകങ്ങൾ, എസ്പെഷ്യലി പ്രോട്ടീൻ, അതുപോലെ ഫൈബർ, ഇത് രണ്ടും ഉറപ്പാക്കുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ള സസ്റ്റൈനബിളായിട്ടുള്ള ഒരു ഡയറ്ററി ചേഞ്ചിലോട്ട് മാത്രം പോകുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൂടുതൽ സമയവും കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകൾക്ക് മാറ്റിവെക്കുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ വെയ്റ്റ് ട്രെയിനിങ്ങോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ലൈറ്റ് വെയ്റ്റിൽ കൂടുതൽ റെപ്പിറ്റേഷൻസ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിന് കാരണങ്ങൾ പലതാണ്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് കരുതുന്നത് ഒരുപക്ഷെ കൂടുതൽ ഹെവി വെയ്റ്റൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ഒരു ഫെമിനൈൻ ആയിട്ടുള്ള ലുക്ക് കുറച്ച് മാസ്കുലിൻ ലുക്കായി പോകുമോ, മാത്രമല്ല സ്ത്രീകൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു പോപ്പുലർ ആയിട്ടുള്ള ബിലീഫ് കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഈ കൂടുതൽ സമയവും കാർഡിയോ എക്സസൈസ്, അതിപ്പോൾ ട്രെഡ്മില്ലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേഷനറി ബൈക്കിലായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ എലിപ്റ്റിക്കലായിരിക്കാം, തുടങ്ങിയിട്ടുള്ള കാർഡിയോ എക്സസൈസ് കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉയരുന്നു, നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടാവാം, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ടയർഡ് ആവുന്നുണ്ടാവും. പലപ്പോഴും വിയർത്ത് കുളിച്ച് തോർത്ത് അല്ലെങ്കിൽ ടവല് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ വിയർക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും നല്ല വർക്കൗട്ടാണെന്ന് കരുതുന്നുണ്ടാവാം. പക്ഷേ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള കാർഡിയോ ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ആണ് ആ സ്ത്രീ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ എൻഡുറൻസ് വർദ്ധിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തെ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മെറ്റബോളിസമാണ്. മെറ്റബോളിസത്തെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ശരീരത്തിലെ പേശികളുടെ അളവാണ്. ഈ പറയുന്ന എക്സസൈസ് ഒരിക്കലും പേശികളുടെ അളവിനെ വർദ്ധിപ്പിക്കുന്നില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവും വർദ്ധിക്കുന്നുണ്ടാവും. കോർട്ടിസോൾ പല സന്ദർഭങ്ങളിലും ഫാറ്റ് ബേൺ ചെയ്യുന്നതിനെ അതിനെ ഫേവർ ചെയ്യുന്നൊരു ഹോർമോണുമല്ല. നമ്മുടെ ശരീരത്തിലെ
മെറ്റബോളിസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ മെറ്റബോളിസത്തെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട അവയവം പേശികളാണ്. പേശികളുടെ അളവ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ലോഡ് വേണം. അതായത് നമ്മുടെ ശരീരത്തിൽ ചലഞ്ച് ചെയ്യണം. ആ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി വെയ്റ്റ് ട്രെയിനിങ് തന്നെ ആവശ്യമാണ്. പല സ്ത്രീകളും ചെയ്യുന്നത് അണ്ടർ എക്സസൈസിങ് ആണ്. പലപ്പോഴും ലൈറ്റ് വെയിറ്റ് ഇട്ട് 20ഉം 25ഉം തവണ റെപ്പിറ്റേഷൻസ് ചെയ്യുന്ന എക്സസൈസുകളാണ് നല്ലത്. ഒരുപക്ഷെ തുടക്കക്കാർക്ക് നല്ലതായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ശരീരത്തിൽ ഉപയോഗിക്കേണ്ട ലോഡ് ഏതാണ്? മേ ബി ഒരു 6ഓ 8ഓ തവണ മാത്രം ചെയ്യാൻ കഴിയുന്ന അത്രയും ലെവലിലോട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ലോഡിനെ ബിൽഡ് ചെയ്തെടുക്കണം. ഇതിനെ വിളിക്കുന്നത് പ്രോഗ്രസീവ് ഓവർലോഡിംഗ് ആണ്. പ്രോഗ്രസീവ് ഓവർലോഡിങ് ചെയ്ത് പേശികളുടെ അളവും ബലവും വർദ്ധിപ്പിക്കാതെ നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശരീരഭാരം സ്ഥായിയായി കുറയ്ക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെയധികം സമയം ജിമ്മിലോ അല്ലെങ്കിൽ എക്സസൈസിനോ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ റെപ്പിറ്റേഷൻസിൻ്റെ എണ്ണം കൊണ്ട് നിങ്ങൾക്ക് സ്കെൽട്ടൽ മസിൽ മാസ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്ത് മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്ത് ശരീരഭാരത്തെ സസ്റ്റൈനബിളായിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെവി വെയ്റ്റ് ലിഫ്റ്റിങ്ങിലൂടെ തന്നെ വേണ്ടി വരും. ഞാൻ പറഞ്ഞത് നാളെ ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദാറ്റ് ഷുഡ് ബി യുവർ ടാർഗറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്, അത് ഒരുപാട് ആൾക്കാർ കാണാറില്ല, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് ജിമ്മ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അവരുടെ തീരുമാനം വളരെ ഉറച്ചതായതുകൊണ്ടും അവരുടെ ശരീരഭാരം കുറയ്ക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കും. ഓവർ ട്രെയിൻ ചെയ്യുന്നത് പലപ്പോഴും നല്ലതല്ല. കാരണം നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇടുന്ന എക്സസൈസിൽ കൂടെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ആവശ്യമാണ്. അത് റെസ്റ്റ് ആൻഡ് റിപ്പയറാണ്. റെസ്റ്റും റിപ്പയറും കൂടി ഡിസൈൻ ചെയ്തുകൊണ്ട് വേണം പലപ്പോഴും എക്സസൈസിന് നമ്മൾ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. അപ്പോൾ റെസ്റ്റും അതുപോലെ തന്നെ റിക്കവറിയും നടക്കാത്ത രീതിയിലുള്ളൊരു എക്സസൈസ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കൺസിസ്റ്റൻസി എന്ന പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനോ ശരീരഭാരം കൂടാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു എക്സസൈസ് പ്രോഗ്രാമിൻ്റെ ഒരു സയൻറ്റിഫിക് സ്ട്രക്ചർ എന്തായിരിക്കണം? ഹാർമണിയിൽ വെയ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ട്രെയിൻ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഘടകം ഡെഫിനറ്റ്ലി അതിനകത്ത് വേണ്ടത് ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ആയിട്ടുള്ളൊരു കാർഡിയോ പ്രോഗ്രാമാണ്. അത് എന്ത് വേണമാവാം. മേ ബി അതൊരു ട്രെഡ്മിൽ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ബൈക്ക് ആവാം, അല്ലെങ്കിൽ മേ ബി ഒരു ഔട്ട്ഡോർ ബ്രിസ്ക് വാക്കിംഗ് ആവാം. പക്ഷേ ഈ എക്സസൈസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു 2ഓ 3ഓ ദിവസം മാത്രമായിരിക്കണം. കാരണം ഇതിൽ കൂടെ നമുക്ക് വേണ്ടത് ഒരു എൻഡ്യൂറൻസും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെ ഫാറ്റ് ബേൺ ചെയ്യുന്ന രീതിയിലുള്ളൊരു സോൺ 2 എക്സസൈസ് ആണ് ഇതിൻ്റെ ഒരു പർപ്പസ്. നമ്മളതിനെ സ്പെസിഫിക് ആയിട്ട് സോൺ 2 ലെവൽ ഓഫ് എക്സസൈസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് ഈസ് ടു ബേൺ ഫാറ്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്ന് ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് പഠിച്ചെടുക്കുക എന്നുള്ളത്. തുടങ്ങുന്നത് ഒരുപക്ഷെ 1 കിലോഗ്രാമിൽ 2 കിലോഗ്രാമിൽ ആയിക്കോട്ടെ, പക്ഷേ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഒരുപക്ഷെ പറയുമ്പോൾ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു വെയ്റ്റ് ലിഫ്റ്റിംഗ് കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഷോക്കിംഗ് ആയിരിക്കാം. മേ ബി എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ശരീരഭാരത്തിന് തുല്യമായ ഒരു ഭാരം നിങ്ങൾക്കൊരു ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാരത്തിന് തുല്യമായൊരു ഭാരം നിങ്ങൾക്ക് 2 കൈകളിൽ കൂടെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾക്കൊരു ബെഞ്ച് പ്രസ്സിൽ ചെയ്യാൻ സാധിക്കുമോ? ഇതൊരു പക്ഷേ നിങ്ങളിതൊരു ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരിക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങളുടെ ക്ലയൻറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50ഉം 60ഉം വയസ്സ് പ്രായമുള്ള ആൾക്കാർ, അതും ജീവിതത്തിൽ ഇന്നേ വരെ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ ഡംബലുകളോ കെറ്റിൽ ബെല്ലോ ബാർബെല്ലുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഈ സയൻസ് മനസ്സിലാക്കി പടിപടിയായിട്ട് എക്സസൈസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ലെവലിലെത്തിയ നിരവധി ആൾക്കാരെ ഞങ്ങൾക്കറിയാം. ഒരു പക്ഷേ ഈ വിഷയത്തെ നിങ്ങൾക്ക് കൂടുതൽ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഹെൽത്തിനെയും നിങ്ങളുടെ എക്സസൈസിനെയും റീസ്ട്രക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് എക്സ്പേർട്ട്, ഷീസ് ആൻ ഓർത്തോപീഡീഷ്യൻ. അവർ വിമൻസ് ഹെൽത്തിലും മൊബിലിറ്റി സയൻസിലൊക്കെ വളരെയധികം എക്സ്പെർട്ടൈസ്ഡ് ഒരു സയൻറ്റിസ്റ്റാണ്. ഹർ നെയിം ഇസ് ഡോക്ടർ വോണ്ട റൈറ്റ്. അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള വിമൻസ് ഹെൽത്തിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ സയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത്
നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നിങ്ങളുടെ എക്സസൈസിൻ്റെ പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ്. ഇതോടൊപ്പം നമ്മുടെ എക്സസൈസിൽ ഉൾപ്പെടുത്തേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. അതൊരു ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സ്പ്രിൻറ്റ് ഇൻ്റർവൽ ട്രെയിനിങ്ങോ പോലുള്ള ട്രെയിനിങ്ങുകളാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി, മേ ബി ഒരു 20 to 30 minutes. അതായത് ഹൈ ഇൻറ്റൻസിറ്റിയിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുക, ഏകദേശം തുല്യമായ അളവിൽ ഒരു ബ്രേക്ക് എടുക്കുക, അത് വീണ്ടും ചെയ്യുക, ബ്രേക്ക് എടുക്കുക, വീണ്ടും ചെയ്യുക, ബ്രേക്ക് എടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് HIIT ചെയ്യാവുന്നതാണ്. അപ്പോൾ HIIT മേ ബി ഒരു വളരെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ആഴ്ചയിൽ ഒരു ദിവസം മാത്രം മതിയാവും. ഈ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിലെ, പ്രത്യേകിച്ചും സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ്, അതുപോലെ നിങ്ങളുടെ മൊബിലിറ്റി, നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാവുന്ന മൂവ്മെൻറ്റുകളോട് ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, ഐഡിയൽ ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് പാറ്റേൺ ആയിട്ട് മാറുന്നു. ഒരു സ്ത്രീ അവരുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അതൊരു നിങ്ങളുടെ അപ്പിയറൻസിനെ ആയിരിക്കാം നിങ്ങൾ അത്തരമൊരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത്. പക്ഷേ അതിൽ കൂടി നിങ്ങളുടെ മെറ്റബോളിസം, ഹോർമോൺ സിസ്റ്റം, നിങ്ങളുടെ ഏജിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ഹെൽത്ത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഇതിനെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള, കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഗൈഡഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടത്. മേ ബി ഒരു പ്രൊഫഷണലുമായിട്ട് ഇരുന്ന് നിങ്ങളുടെ ഹോർമോൺ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഡയറ്ററി ആസ്പെക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. എന്തിന് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം കൂടി ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇതിൽ കൂടെ കിട്ടുന്ന റിസൾട്ട്സ് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും.